താമരശ്ശേരിയിൽ മയക്കുമരുന്നിന്റെ ഹോട്ട്സ്പോട്ടായി കണ്ടെത്തിയ സ്ഥലങ്ങളിൽ എക്സൈസും പോലീസും സംയുക്തമായി പരിശോധന നടത്തുന്നു. അമ്പായത്തോട്, ചമൽ, പൂനൂർ, തലയാട്, ഓമശ്ശേരി, അടിവാരം, താമരശ്ശേരി ടൗൺ, കൊടുവള്ളി എന്നിവിടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ഇന്ന് പുലർച്ചെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുന്നു. ദീപക് മലയമ്മ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മലയമ്മ, നമ്മൾ താമരശ്ശേരിയിൽ നടത്തിയ വലിയ ക്യാമ്പയിനുണ്ട്. അതിൽ ഈ ഹോട്ട്സ്പോട്ടുകൾ എണ്ണി പറഞ്ഞിരുന്നു നാട്ടുകാരടക്കം. പോലീസും എക്സൈസും തന്നെ ഈ ഹോട്ട്സ്പോട്ടുകൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണോ? എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ ഇതുവരെയുള്ള പരിശോധനയിൽ? ഗുഡ് മോർണിംഗ് ദീപക്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇപ്പോഴും പരിശോധന തുടരുന്നു എന്നുള്ളതാണ്. പോലീസിന്റെയും ഒപ്പം തന്നെ എക്സൈസിന്റെയും സംയുക്ത പരിശോധനയാണ് ഈ മേഖലകളിൽ തുടരുന്നത്. പൂനൂർ, ചമൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നേരത്തെ തന്നെ ഹോട്ട്സ്പോട്ടായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അങ്ങനെ 8ഓളം കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ മേഖലകളിൽ പല വീടുകൾ കേന്ദ്രീകരിച്ച് ഉൾപ്പെടെയുള്ള പരിശോധന തുടങ്ങിയിട്ടുള്ളത്. അതിപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ താമരശ്ശേരി ഡിവൈഎസ്പിക്ക് കീഴിലുള്ള പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള പരിശോധനയുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്, താമരശ്ശേരി മേഖലയിൽ പലയിടങ്ങളിലായി ഇത്തരത്തിൽ ലഹരി വ്യാപനം വളരെയധികം കൂടിയിട്ടുണ്ട് എന്നുള്ളത് തെളിഞ്ഞിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല അക്രമ സംഭവങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെ ഉത്തരമേഖല IG ഉൾപ്പെടെ താമരശ്ശേരിയിലേക്ക് എത്തുകയും വിശദമായ പരിശോധനകളിലേക്ക് കടക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ താമരശ്ശേരി ഡിവൈഎസ്പിക്ക് കീഴിൽ വരുന്ന മുക്കം, തിരുവമ്പാടി, കോടഞ്ചേരി ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ കൂടി പുരോഗമിക്കുകയും ചെയ്തത്. ഇതുവരെ അത്തരത്തിൽ ഒന്നും തന്നെ ഡിറ്റക്ട് ചെയ്തതായി നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇത്തരം പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു വാർത്താ സമ്മേളനം ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും വിശദമായ ഒരു പരിശോധനയിലേക്ക് പോലീസും എക്സൈസും സംയുക്തമായി കടക്കുന്നു എന്നുള്ളതാണ്. അതൊരു റിസൾട്ടിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത് കൂടി ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്. താമരശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും ഹോട്ട്സ്പോട്ടുകൾ എന്ന് കണ്ടെത്തിയ ഇടങ്ങളിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. ഒരു ജോയിന്റ് കോമ്പിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്.